ഡൽഹി JNU സർവകലാശാലയിൽ അഫ്സൽ ഗുരുവിനെയും മക്ബുൽ ഭട്ടിനെയും അനുകൂലിച്ച് പരിപാടി നടത്തിയ സംഭവത്തിൽ 8 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ. അതിനിടെ അറസ്റ്റിലായ കോളേജ് യൂണിയൻ ചെയർമാനും AISF നേതാവുമായ കനയ്യകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. JNUവിൽ ABVP അടക്കമുള്ള സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് സസ്പെൻഷൻ. പോലീസ് കസ്റ്റഡിയിലുള്ള യൂണിയൻ ചെയർമാൻ കനയ്യകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പരിപാടിയിൽ പങ്കെടുത്ത മറ്റു വിദ്യാർത്ഥികൾക്കായി തെരച്ചിൽ ശക്തമാക്കി. ഇന്നലെ രാത്രി പോലീസ് JNUവിൽ പരിശോധന നടത്തി. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. അതിനിടെ ഡൽഹിയിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ABVPയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗേറ്റിന് സമീപം പ്രകടനം നടന്നു. രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന നടപടികൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. इस हिंदुस्तान में ये हरकत करने वालों का जब तक हमारी सरकार है, हमारे प्रधानमंत्री मोदी की है और मैं भारत सरकार का गृह मंत्री हूँ, नहीं होने. അധികൃതരുടെ അനുമതിയില്ലാതെ പരിപാടി സംഘടിപ്പിച്ചതിനെ പറ്റി അന്വേഷിക്കാൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉത്തരവിട്ടു. നാഷണൽ ഡെസ്ക് ജനം. JNUവിൽ നടന്ന ദേശവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അഫ്സൽ ഗുരു അനുസ്മരണം നടന്ന സംഭവത്തിൽ ദേശീയ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത്. ABVP പ്രവർത്തകർ ഇന്ത്യ ഗേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനവും ധരണയും നടത്തി. ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ് രാജ്യത്തെ ക്യാമ്പസുകളിൽ അസഹിഷ്ണുത വളർത്താൻ ശ്രമിക്കുന്നതെന്ന് ABVP ഡൽഹി ഘടകം സെക്രട്ടറി സാകേത് ബഹുഗുണ പറഞ്ഞു. JNUവിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടിയാണ് ABVP ആവശ്യപ്പെടുന്നതെന്നും സാകേത് ബഹുഗുണ വ്യക്തമാക്കി. There are a lot of communist and Naxalites organizations had gathered. They raised anti-India slogans. They raised pro-Azadi slogans for Kashmir, which is not acceptable at all in a democratic country like ours. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാർച്ച് ABVP ദേശീയ ജോയിന്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി C. ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയോടെ രാജ്യത്തെ ചില ക്യാമ്പസുകളിൽ നടക്കുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടന്നു. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ ആദർശ് നായർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. മറ്റു വാർത്തകൾ നോക്കാം. ലഷ്കർ-ഇ തോയ്ബയ്ക്ക് പുറമെ അൽ-ഖ്വയ്ദയുടെ ഏജന്റായും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിൽ ആക്രമണം സംഘടിപ്പിക്കാൻ അൽ-ഖ്വയ്ദ തന്നെ നിയോഗിച്ചിരുന്നതായും ഹെഡ്ലി വെളിപ്പെടുത്തി. മുംബൈ ടാഡ കോടതിയിൽ ഹെഡ്ലിയുടെ വിസ്താരം ഇന്നും തുടരും. മുംബൈ ഭീകരാക്രമണ കേസിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വിചാരണ തുടരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ. മുംബൈ ആക്രമണത്തിനു ശേഷം ഡൽഹിയിൽ ആക്രമണം നടത്താൻ അൽ-ഖ്വയ്ദ തന്നെ നിയോഗിച്ചിരുന്നതായി ഹെഡ്ലി വ്യക്തമാക്കി. എന്നാൽ പിന്നീട് വന്ന മാധ്യമ റിപ്പോർട്ടുകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി പിന്മാറുകയായിരുന്നു. ഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജ് ആക്രമിക്കാൻ ലഷ്കർ-ഇ തോയ്ബ പദ്ധതിയിട്ടിരുന്നതായി കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിലൂടെ ഹെഡ്ലി മൊഴി നൽകിയിരുന്നു. ഇവിടെ ആക്രമണം നടത്തി നിരവധി ഇന്ത്യൻ സൈനികരെ വധിക്കാനായിരുന്നു പദ്ധതി. ഇതിന് നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലെ മുൻ സൈനികോദ്യോഗസ്ഥനായ അബ്ദുൾ റഹ്മാൻ പാഷയാണെന്നും ഹെഡ്ലി പറയുന്നു. ഇയാൾ മുൻപ് ലഷ്കർ-ഇ തോയ്ബയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇപ്പോൾ അൽ-ഖ്വയ്ദയ്ക്കൊപ്പമാണെന്നും മുംബൈ ടാഡ കോടതിയിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കണമെന്ന വിഷയത്തിൽ ബംഗാൾ ഘടകം ഉറച്ചു നിൽക്കും. ഇന്നലെ ആരംഭിച്ച സംസ്ഥാന സമിതി യോഗത്തിലെ ചർച്ചയിൽ ഭൂരിപക്ഷം അംഗങ്ങളും കോൺഗ്രസ് ബന്ധം അനിവാര്യമാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ന് സമാപിക്കുന്ന സംസ്ഥാന സമിതിയുടെ തീരുമാനം പോളിറ്റ് ബ്യൂറോയെ അറിയിക്കും. ബംഗാളിലെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബന്ധം വേണമെന്ന അനൗപചാരിക ധാരണ പാർട്ടി സംസ്ഥാന സമിതിയിൽ നേരത്തെ രൂപപ്പെട്ടിരുന്നു.
ഈ സാഹചര്യത്തിലാണ് 2 ദിവസത്തെ സംസ്ഥാന സമിതി വിഷയം ഔദ്യോഗികമായി പരിഗണിക്കാൻ ഇന്നലെ മുതൽ ചേരുന്നത്. ഇന്നലെ ചർച്ച തുടങ്ങിവെച്ച ദീപക് ദാസ് ഗുപ്ത കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണ നിലനിൽപ്പിന് സംസ്ഥാനത്ത് ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി. പാർട്ടി കോൺഗ്രസ് തീരുമാനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അതനുസരിക്കാൻ പാർട്ടിയില്ലാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്യാമൾ ചക്രവർത്തി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അംഗമായ ഗൗതം ദേവും കോൺഗ്രസ് ബന്ധത്തെ അനുകൂലിച്ചാണ് ചർച്ചയിൽ പങ്കെടുത്തത്. കോൺഗ്രസ് സഖ്യത്തിനെതിരെ പ്രതികരിച്ച പ്രകാശ് കാരാട്ട്, രാമചന്ദ്രൻ പിള്ള തുടങ്ങിയ കേന്ദ്ര നേതാക്കൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു. കോൺഗ്രസ് ബന്ധത്തിനെതിരായ ഈ നേതാക്കളുടെ പ്രതികരണം മറ്റു ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മദൻ ഘോഷ് ആരോപിച്ചു. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും സന്നിഹിതരായ യോഗത്തിലാണ് നിശ്ചിത വിമർശനം ഉയർന്നത്. ഇന്ന് സംസ്ഥാന സമിതി യോഗം ഉച്ചയോടെ അവസാനിക്കും. സംസ്ഥാന സമിതി യോഗത്തിൽ നടന്ന ചർച്ചകൾ ഉപസംഹരിച്ച് അവസാനം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്രയാണ് നിലപാട് വ്യക്തമാക്കുക. ആർ രാധാകൃഷ്ണൻ, ജനം, ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങാനിരിക്കെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ജയിലിലായത് CPM-നെ ഊരാക്കുടുക്കിലാക്കി. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീളാത്ത പതിവ് സമ്പ്രദായത്തിന് മാറ്റമുണ്ടായത് പാർട്ടിക്ക് കടുത്ത ക്ഷീണം ഏൽപ്പിച്ചിരിക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതി പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരാകരിച്ചുവെങ്കിലും പാർട്ടി നേതൃത്വത്തിന് ഹൈക്കോടതിയിൽ നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതും നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് ചുമത്തിയത് സാധൂകരിക്കുകയും ചെയ്തതോടെ CPM പ്രതിരോധത്തിലായി. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ കോൺഗ്രസ് RSS ഗൂഢാലോചനയാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും പാളിയത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജയരാജൻ കീഴടങ്ങുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം നേരത്തെ വിലയിരുത്തിയിരുന്നു. എങ്കിലും ഏതു നിമിഷവും അറസ്റ്റിലാകുമെന്ന സ്ഥിതി വന്നതോടെയാണ് ഒടുവിൽ ജയരാജൻ കോടതിയിൽ കീഴടങ്ങിയത്. സുപ്രീം കോടതിയെ സമീപിച്ചാലും അനുകൂല നിലപാടുണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ CPM വിഷമവൃത്തത്തിലാണ്. കൊല്ലുന്നവൻ മാത്രമല്ല കൊല്ലിക്കുന്നവനും നിയമത്തിന് മുന്നിലെത്തുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന അവസ്ഥ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചു എന്നതാണ് കതിരൂർ മനോജ് വധക്കേസിന്റെ പ്രസക്തി. കണ്ണൂരിൽ പതിറ്റാണ്ടുകളായി നടന്നു വന്ന കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്നോട്ടു പോകാൻ CPM ഇതോടെ നിർബന്ധിതരാവുകയാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തിനിടെ കണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നുവെന്നും മിക്കവയുടെയും ആസൂത്രകൻ ജയരാജനാണെന്നും വ്യക്തമായതോടെ ജനങ്ങളുടെ മുന്നിൽ CPM-ന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. TP ചന്ദ്രശേഖരൻ വധക്കേസ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടി മെല്ലെ കരകയറി വരുന്നതിനിടെയാണ് ജയരാജനിലൂടെ CPM വീണ്ടും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്ന് തെളിയുന്നത്. മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള സംസ്ഥാന നേതൃത്വം ഇനി ജയരാജന്റെ അറസ്റ്റിനെ ന്യായീകരിക്കാൻ മുട്ടിന്യായം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. ജനം, കണ്ണൂർ. കൊലപാതകങ്ങൾക്ക് ഗൂഢാലോചനയും നേതൃത്വം നൽകിയ നേതാക്കൾ പിടിയിലാകുന്നതിന്റെ വെപ്രാളമാണ് CPM-നെന്ന് RSS പ്രാന്തകാര്യവാഹ് P ഗോപാലൻകുട്ടി മാസ്റ്റർ. പിണറായി വിജയന്റെ വാക്കുകളിൽ ഈ പരിഭ്രാന്തിയാണ് പ്രകടമാകുന്നത്. പാർട്ടി പട്ടിക അനുസരിച്ച് പ്രതികളെ തീരുമാനിക്കുകയും കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്യുന്ന പതിവ് അവസാനിക്കുന്നതിന്റെ പരിഭ്രാന്തിയാണ് CPM നേതാക്കൾക്ക്. KT ജയകൃഷ്ണൻ മാസ്റ്റർ, പന്നിന്നൂർ ചന്ദ്രൻ എന്നിവരുടെ കൊലപാതകങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുടെ പക്ഷപാതിത്വം ഉന്നത നീതിപീഠങ്ങൾ വരെ ചൂണ്ടിക്കാണിച്ചതാണെന്നും ഗോപാലൻകുട്ടി മാസ്റ്റർ കോഴിക്കോട് പ്രസ്താവനയിൽ പറഞ്ഞു. വ്യവസായ രംഗത്ത് വൻ നിക്ഷേപത്തിന് ലക്ഷ്യമിടുന്ന മേക്ക് ഇൻ ഇന്ത്യ വാരാചരണത്തിന് ഇന്ന് തുടക്കം. രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായ നിക്ഷേപക സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 60 രാജ്യങ്ങളിൽ നിന്ന് 1000-ഓളം വ്യവസായികൾ സംഗമത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. അമൽ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടികൾക്ക് ഇന്ന് മുംബൈയിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വാരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ശേഷം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി ജുഹാ സിപ്ല, അതുപോലെ തന്നെ സ്വീഡൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ലോഫൻ തുടങ്ങിയവരും പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ 6 ദിവസമായി നടക്കുന്ന പരിപാടികളിൽ 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വാണിജ്യ വ്യവസായ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ജർമ്മനി, അതുപോലെ തന്നെ ജപ്പാൻ പോലുള്ള വാണിജ്യ മേഖലയിൽ വലിയ ചലനങ്ങൾ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വിജയകരമായി ഏതാണ്ട് 2 വർഷം പൂർത്തിയായിരിക്കുന്നു. 2014 സ്വാതന്ത്ര്യ ദിനത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അതല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയിലൂടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളെ പറ്റി പ്രധാനമന്ത്രി പറയുന്നത് ചെങ്കോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു. എന്തായാലും പദ്ധതി
വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 1500ഓളം ലോകോത്തര കമ്പനികളുടെ പ്രതിനിധികളും മുംബൈയിൽ നടക്കുന്ന ഈ വാരാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടി വാരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അമൽ, മേക്ക് ഇൻ ഇന്ത്യ വാരാചരണത്തിന് ഇന്ന് തുടക്കമാകും. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ. ബീഹാറിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ വിശ്വേശ്വർ ഓജ കൊല്ലപ്പെട്ടു. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ ഭോജ്പൂരിൽ വെച്ച് ഓജയ്ക്ക് അജ്ഞാതന്റെ വെടിയേൽക്കുകയായിരുന്നു. ഓജയുടെ ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. 12 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ട രണ്ടാമത്തെ BJP നേതാവാണ് ഓജ. ഇന്നലെ പുലർച്ചെ BJPയുടെ മറ്റൊരു നേതാവായ കേദാർ സിംഗിനെ അക്രമികൾ വെടിവെച്ചു കൊന്നിരുന്നു. സംഭവത്തെ BJP അപലപിച്ചു. സംസ്ഥാനത്തെ നിതീഷ് കുമാർ ഭരണം ജംഗിൾ രാജായി മാറിയെന്ന ആരോപണം ശരിവെക്കുകയാണ് അക്രമ സംഭവങ്ങൾ. ബീഹാറിൽ ക്രമസമാധാന പാലനം തകർന്നതായും BJP ആരോപിച്ചു. സോളാർ തട്ടിപ്പ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വൈകും. ഏപ്രിൽ 27-ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കില്ലെന്ന് ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. മൊഴികൾ പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ സമയം ഇനിയും ആവശ്യമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മുൻ നിശ്ചയിച്ചതുപോലെ ഏപ്രിൽ 27 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയില്ലെന്നാണ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. കേസിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധി നീട്ടി നൽകണമെന്ന് ജസ്റ്റിസ് ശിവരാജൻ ആവശ്യപ്പെട്ടു. കേസുമായി ബന്ധപ്പെട്ട് 39 സാക്ഷികളെ കൂടി വിസ്തരിക്കാനുണ്ട്. തെളിവുകൾ ഇനിയും ശേഖരിക്കണം. ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാകില്ല. അതിനാൽ തന്നെ ഏപ്രിൽ 27-ന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാര്യം ചിന്തിക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വേണമെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ റിപ്പോർട്ട് തട്ടിക്കൂട്ടി സമർപ്പിക്കാം. എന്നാൽ ഇത് പൂർണ്ണമാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുമ്പ് കാലാവധി നീട്ടുന്നതിനെക്കുറിച്ച് എല്ലാ കക്ഷികളും അഭിപ്രായം പറയണമെന്നും കമ്മീഷൻ പറഞ്ഞു. എല്ലാ കക്ഷികളുടെയും തീരുമാനം പറഞ്ഞതിനു ശേഷം സർക്കാരിനെ സമീപിക്കും. കാലാവധി നീട്ടുന്നതിനെ സംബന്ധിച്ച് സർക്കാർ അഭിഭാഷകൻ തിങ്കളാഴ്ച നിലപാട് അറിയിക്കണമെന്നും ജസ്റ്റിസ് ശിവരാജൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ കമ്മീഷന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയതായി കമ്മീഷൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും ആര്യാട മുഹമ്മദിന്റെയും അഭിഭാഷകരെ കൊണ്ട് ഇതെല്ലാം ആരെങ്കിലും പറയിക്കുന്നതാണോ എന്നും കമ്മീഷൻ സംശയം പ്രകടിപ്പിച്ചു. കേസിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനം, കൊച്ചി. വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ സർക്കാർ തീവ്ര ശ്രമം തുടരുന്നു. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഏപ്രിൽ വിരമിക്കാനിരിക്കെ കമ്മീഷനിൽ നിയമനം നടത്തുന്നതിൽ സർക്കാർ കുറ്റകരമായ അനാസ്ഥയാണ് കാട്ടുന്നത്. പ്രതിപക്ഷ നേതാവിനും വ്യവസായ മന്ത്രിക്കും രാഷ്ട്രീയ തിരക്കുകൾ ഉള്ളതിനാലാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള ഉന്നതാധികാര സമിതി ചേരാത്തതെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. സുതാര്യമാണ് സർക്കാർ സംവിധാനങ്ങളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന അധികൃതർ തന്നെയാണ് ഇവിടെ വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ തീവ്ര ശ്രമം നടത്തുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമനം നടത്താനുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശവും സർക്കാർ അനന്തമായി നീട്ടുകയാണ്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വ്യവസായ മന്ത്രിയും അടങ്ങിയ സമിതിയാണ് വിവരാവകാശ കമ്മീഷന്മാരെ തെരഞ്ഞെടുക്കുന്നത്. ഇതിനായി 234 പേർ അപേക്ഷയും നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിനും വ്യവസായ മന്ത്രിക്കും രാഷ്ട്രീയ തിരക്ക് മൂലം യോഗത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആയതിനാൽ 1 മാസം കൂടി സമയം നീട്ടി നൽകണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ഒരു സുതാര്യതയും ഈ സർക്കാരിനെ സംബന്ധിച്ചില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സുതാര്യതയ്ക്ക് വേണ്ടി രൂപവൽക്കരിക്കപ്പെട്ട കമ്മീഷനെ തകർക്കുന്ന തികച്ചും നിഷേധാത്മകമായ ഒരു നിലപാടാണ് ദൗർഭാഗ്യവശാൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ സിബി മാത്യൂസ് ഏപ്രിൽ വിരമിക്കും. 5 കമ്മീഷന്മാരിൽ 4 പേരും നേരത്തെ തന്നെ വിരമിച്ചിരുന്നു. അവശേഷിക്കുന്ന ഒരാൾ സസ്പെൻഷനിലുമാണ്. 10,000-ലധികം അപ്പീലുകളാണ് കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ നിയമനം വൈകുന്നത് കമ്മീഷന്റെ പ്രവർത്തനത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കും. അരുൺ കൊടുങ്ങൂർ, ജനം, കൊച്ചി. കോഴിക്കോട് ചേളന്നൂരിലൂടെ ഒഴുകുന്ന അകലാപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണ്ണടിഞ്ഞ് പുഴ ഇല്ലാതാകുന്നുവെന്ന ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. ഒഴുക്കു നഷ്ടപ്പെട്ട് മണ്ണടിഞ്ഞ് നാശത്തിന്റെ വക്കിലായ അകലാപ്പുഴ വീണ്ടും നാടിന്റെ ജീവനാഡിയായി ഒഴുകും. അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് പുഴ നവീകരിക്കുന്നതിനായി നബാർഡ് അനുവദിച്ച ധനസഹായമാണ് തുണയായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ മൂലം 2 കോടി രൂപയാണ് നബാർഡ് അനുവദിച്ചത്. കോഴിക്കോട് ചേളന്നൂരിലൂടെ ഒഴുകുന്ന പുഴയിലെ വെള്ളം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വേർതിരിച്ചുവിടുന്നതിന് ബണ്ട് കെട്ടിയതാണ് ഒഴുക്കു തടസ്സപ്പെടാൻ കാരണമായത്. പുഴയുടെ നാശം സംബന്ധിച്ച് ജനം TV നേരത്തെ വാർത്ത നൽകിയിരുന്നു. നവീകരണത്തിന് മുന്നോടിയായി കേരള ലാൻഡ് ഡെവലപ്മെന്റ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലം പരിശോധിച്ചു. കുടിവെള്ള പദ്ധതിയുടെ ക്രമീകരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. കേരള കൃഷി വകുപ്പാണ് പദ്ധതി സമർപ്പിക്കുന്നത് നബാർഡിലേക്ക്.
അത് കേന്ദ്ര കൃഷി വകുപ്പും ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ശ്രദ്ധ ഇതിലുണ്ടായിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഈ പദ്ധതി. നവീകരണം സംബന്ധിച്ച കർഷകരുടെ ആശങ്കകളും പരിഹരിച്ചു. ഈ പുഴ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു പദ്ധതി വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞങ്ങളെല്ലാവരും കർഷകരെല്ലാവരും പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നവീകരണത്തിന് ശേഷം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉപയോഗപ്രദമാം വിധം പുഴയെ സൗന്ദര്യവൽക്കരിക്കണമെന്നുകൂടിയാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രജുല, ജനം, കോഴിക്കോട്. പൊതു ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനായി നീക്കിവെച്ച സ്ഥലം സീറോ ലാൻഡ്ലെസ് പദ്ധതി പ്രകാരം പതിച്ചു നൽകുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പഞ്ചായത്തിലെ കൂനം പ്രദേശത്തെ ജൈവ വൈവിധ്യസമ്പന്നമായ 69 ഏക്കർ സ്ഥലമാണ് ഭൂരഹിതർക്ക് പതിച്ചു നൽകുന്നത്. ഭൂപരിഷ്കരണ നിയമപ്രകാരം പൊതു ആവശ്യത്തിനായി നീക്കിവച്ച പ്രദേശമാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ കൂനം ഉണ്ണിപ്പൊയിൽ എന്ന സ്ഥലം. ഇവിടെ ഭൂരഹിതരായ 2300 കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം പതിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചപ്പോഴാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. നേരത്തെ ഇവിടെ ആരംഭിച്ച ITIക്ക് 15 ഏക്കർ നൽകേണ്ടിടത്ത് 3 ഏക്കർ മാത്രം നൽകിയ അധികൃതർ അനർഹരായവർക്ക് ഭൂമി പതിച്ചു നൽകുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഞങ്ങൾ ഇവിടെ പതിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒന്നടങ്കം നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഞങ്ങളെ നാട്ടിൽ ഒന്നടങ്കം അതിനെതിരെ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും പതിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഇപ്പം പതിച്ചു കൊടുത്തത് തന്നെ റോഡ് വരെ അളന്നിട്ടാണുള്ളത്. റോഡിൻ്റെ അന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ MLAനെയും ഇവരൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റോഡുമില്ലാതെ വരെ കുറ്റി അടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ വെള്ളച്ചാലുണ്ടായിരുന്നു. ആ വെള്ളച്ചാലടക്കം പതിച്ചു കൊടുത്തിട്ടുണ്ട്. അശാസ്ത്രീയമായാണ് ഭൂമി പതിച്ചു നൽകുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഓരോ പ്ലോട്ടിനുമിടയിലുള്ള വഴിയുടെ വീതി 3 അടി മാത്രമാണ്. സെപ്റ്റിക് ടാങ്കിനുള്ള സ്ഥല സൗകര്യവും ലഭിക്കില്ല. ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ ഒരു പ്രദേശമാണ് ഭൂമി പതിച്ചു നൽകുന്നതിലൂടെ നശിക്കുക. നാട്ടുകാർ നൽകിയ ഹർജിയെ തുടർന്ന് ഭൂമി പതിച്ചു നൽകുന്നത് 1 മാസത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ക്യാമറാമാൻ ശ്യാംദാസിനൊപ്പം UP സന്തോഷ്, ജനം, കണ്ണൂർ. നിയമങ്ങൾ കാറ്റിൽ പറത്തി നിർമ്മിച്ച എംസാൻഡ് കമ്പനികൾ കോഴിക്കോട് മാവൂരിലെ തണ്ണീർത്തടങ്ങൾ കയ്യേറുന്നു. കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിച്ച മാവൂർ കൽപ്പള്ളിയിലെ 200 ഏക്കർ തണ്ണീർത്തടമാണ് അനധികൃത എംസാൻഡ് യൂണിറ്റുകൾ സ്ഥാപിച്ച് നികത്തിക്കൊണ്ടിരിക്കുന്നത്. എംസാൻഡ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ മിനിമം 2.5 ഏക്കർ സ്ഥലം വേണമെന്നിരിക്കെ തണ്ണീർത്തടത്തിന് സമീപം സ്ഥാപിച്ച യൂണിറ്റുകൾക്ക് 50 സെന്റ് പോലും തികച്ചില്ല. ഇതുതന്നെ നിയമലംഘനത്തിന്റെ ഉദാഹരണമാണ്. പൈതൃക കേന്ദ്രമായി സംരക്ഷിക്കാൻ സർക്കാർ ഉത്തരവിട്ട തണ്ണീർത്തടത്തിന് സമീപമാണ് ഇത്തരം എംസാൻഡ് യൂണിറ്റുകൾ എന്നുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എംസാൻഡ് കഴുകി വൃത്തിയാക്കി പുറത്തേക്കൊഴുകുന്ന സിമന്റ് രൂപത്തിലുള്ള മാലിന്യം പൂർണ്ണമായും തണ്ണീർത്തടത്തിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ഇത് തണ്ണീർത്തടത്തിന്റെ സ്വാഭാവികത പൂർണ്ണമായും ഇല്ലാതാക്കും. ഏകദേശം ഒരു 8 വർഷത്തോടാണ് ഇത്രയും സാധനങ്ങൾ മണ്ണിട്ട് തുകർത്തിട്ടാണ് ഇവിടെ എംസാൻഡ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്. അതിന് എംസാൻഡ് യൂണിറ്റിലുള്ള വേസ്റ്റുകൾ മുഴുവൻ വന്നിടുന്നത് ഈ ജലസ്രോതസ്സിലേക്കാണ്. അനധികൃത എംസാൻഡ് യൂണിറ്റുകൾക്കെതിരെ പലതവണ പ്രദേശവാസികളും പൊതുപ്രവർത്തകരും പഞ്ചായത്തിന് പരാതി നൽകിയെങ്കിലും അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ഇടത് വലത് മുന്നണികൾ ഇവരിൽ നിന്ന് വലിയ തുക സംഭാവനയായി വാങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാത്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ ഇത്തരം എംസാൻഡ് യൂണിറ്റുകൾ തഴച്ചു വളരുന്നത്. ക്യാമറമാൻ ഷാൽവിൻ ഷൊർണൂരിനൊപ്പം മിഥുൻ പിള്ള, ജനം, കോഴിക്കോട്. ഇനിയൊരു പ്രധാന വിദേശ വാർത്തയിലേക്ക്. പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ താൽപ്പര്യങ്ങൾ സിറിയൻ മണ്ണിൽ വിലപ്പോവില്ലെന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദ്. വെടിനിർത്തൽ പ്രാവർത്തികമാക്കുന്നതിന് മുൻപ് വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും അസദ് പറഞ്ഞു. അതേസമയം സിറിയയിൽ അമേരിക്കയും സൗദി അറേബ്യയും ഇടപെടാൻ ശ്രമിച്ചാൽ മഹായുദ്ധത്തിന് വഴിവെക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. സിറിയൻ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി മ്യൂണിക്കിൽ നടന്ന പ്രാരംഭ ചർച്ചകൾക്ക് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി ബാഷർ അൽ അസദ് രംഗത്തെത്തിയത്. ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് വിമതരുടെ അധീനതയിലായ സിറിയയിലെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ പോരാട്ടം ശക്തമാക്കും. സമാധാന ചർച്ച വേണം, എന്നാൽ ഭീകര സംഘടനകളോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും AFPക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സിറിയൻ പ്രസിഡന്റ് പറഞ്ഞു. രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ആവശ്യമാണ്, എന്നാൽ സിറിയൻ മണ്ണിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും അസദ് പറഞ്ഞു. ബാഷർ അൽ അസദിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെ സഖ്യരാഷ്ട്രമായ റഷ്യ സിറിയൻ സർക്കാരിന് പിന്തുണയുമായി എത്തിയത് ശ്രദ്ധേയമായി. ആഭ്യന്തര യുദ്ധത്തിന്റെ മറവിൽ സിറിയയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും അറബ് ശക്തികളും കരയുദ്ധം നടത്തിയാൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രകോപനങ്ങൾ വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന് റഷ്യൻ പ്രധാനമന്ത്രി ദിമിത്രി മെദ്വദേവ് പറഞ്ഞു.
അസദിന്റെ നിലപാടിൽ വന്ന മാറ്റവും റഷ്യൻ പിന്തുണയും ഫെബ്രുവരി 25-ന് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സിറിയൻ സമാധാന ചർച്ചകൾക്ക് വിഘാതം സൃഷ്ടിക്കുമോ എന്നാണ് രാജ്യാന്തര നിരീക്ഷകരുടെ ആശങ്ക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വലിയ പ്രതീക്ഷകളോടെ വ്യവസായം തുടങ്ങുന്നതും വേണ്ടത്ര മേൽനോട്ടമില്ലാത്തതിനെ തുടർന്ന് പൂട്ടിപ്പോകുന്നതുമെല്ലാം നമ്മുടെ നാട്ടിലെ പതിവ് കാഴ്ചയാണ്. കോഴിക്കോട് മാവൂർ കുതിരാടത്ത് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ചകിരി വ്യവസായ കേന്ദ്രമാണ് അധികാരികളുടെ അനാസ്ഥയെ തുടർന്ന് പ്രവർത്തനം നിലച്ചത്. കയർ ഫണ്ടിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും സഹകരണത്തോടെ 1993-ലാണ് മാവൂർ കുതിരാടത്ത് ചകിരി വ്യവസായം ആരംഭിച്ചത്. 45 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തോട് അധികാരികൾ മുഖം തിരിച്ചതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. നിരന്തരം യന്ത്രസാമഗ്രികൾ കേടായതോടെ സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു. ഇവിടെ മാവൂർ പഞ്ചായത്തിൽ ഇഷ്ടംമാതിരി സ്ഥാപനങ്ങൾ ഇതേമാതിരി പൂട്ടിക്കിടക്കുന്നുണ്ട്. ഇവിടെ മാറി മാറി വന്ന പഞ്ചായത്തോ അധികൃതരോ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുറക്കാനോ ഇതിനൊന്നും തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇഷ്ടമായിട്ടുണ്ട്. ഒരു തൊഴിലവസരം കൂടിയാണ് ഇത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാതായതോടെ ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രസാമഗ്രികളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. കെട്ടിടം തകർന്നു വീഴുന്നതിനു മുമ്പ് സർക്കാർ ഏറ്റെടുത്ത് സാധ്യമായ വ്യവസായ യൂണിറ്റ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഒട്ടേറെ തവണ ഇക്കാര്യത്തിനായി അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. മിഥുൻ പിള്ള, ജനം, കോഴിക്കോട്. മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജാക്കി മാറ്റിയ പാലക്കാട് പൊള്ളാച്ചി റെയിൽപാത ഔദ്യോഗികമായി തുറന്നു. തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച പാതയിലൂടെ കഴിഞ്ഞ നവംബറിൽ ട്രെയിൻ ഓടിത്തുടങ്ങിയിരുന്നു. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി പണി കഴിപ്പിച്ച എസ്കലേറ്ററിന്റെയും ലിഫ്റ്റിന്റെയും ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5:30-ന് മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിയാണ് നട തുറക്കുക. ഇന്ന് വിശേഷാൽ പൂജകളൊന്നും ഉണ്ടാകില്ല. 5 ദിവസം ഭക്തർക്ക് ദർശനമുണ്ടാകും. 19-നാണ് നട അടയ്ക്കുക. കലശാഭിഷേകം, കളഭാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശേഷമുള്ള ആദ്യ പൂജാ ചടങ്ങുകളാണ് നാളെ നടക്കുക. അദ്വൈത ബോധം വിളിച്ചോതി ആധ്യാത്മിക മഹാസംഗമം. നൂറ്റിനാലാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 6ാം ദിവസം ആചാര്യ അനുസ്മരണ സമ്മേളനം നടന്നു. വാഴൂർ തീർത്ഥപാദാശ്രമം സെക്രട്ടറി സ്വാമി ഗരുഡ ധ്വജാനന്ദ അധ്യക്ഷത വഹിച്ച സമ്മേളനം ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. TKA നായർ, ഡോക്ടർ മുരളി വല്ലഭൻ, കൽക്കി വിശ്വവിദ്യാലയം ബംഗളൂരു കോർഡിനേറ്റർ പ്രിയദാസ് ജി എന്നിവർ പ്രഭാഷണം നടത്തി.